പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിഷേധം. സ്പീക്കർ ഓം ബിർളയുമായി സംസാരിച്ചപ്പോൾ തനിക്ക് സംസാരിക്കാൻ അവസരം നൽകുമെന്ന് ഉറപ്പു നൽകിയിരുന്നുവെന്ന് രാഹുൽ ഗാന്ധി. Member of the House went, and Speaker committed to us, personally committed to us, that I will be allowed to speak here and raise some points before the budget discussion. Now, you are going back on your word. So I'd like to know, am I allowed to speak those points or not? എന്നാൽ രാഹുലിന്റെ വാദം ചെയറും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും തള്ളി. कांग्रेस पार्टी एक राहुल गांधी जी का एक जिद को लेकर के सदन को ठप करके रखा हुआ है. राहुल गांधी जी अपना बात बोलना है तो 24 घंटे वो बोलते ही हैं. प्रेस कॉन्फ्रेंस करके बोले, जहां भी बोले भाषणबाजी करते ही है. वो मोदी जी को गाली देते रहते हैं. हम लोग तो मना नहीं कर सकते, लेकिन सदन में पार्लियामेंट के अंदर में तो नियम से ही बोलना पड़ेगा. इसलिए अगर नियम के बाहर जाकर के बोलेंगे तो व्यवस्था तो पहले से बना हुआ है. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ നേതാക്കൾ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തുകയാണിപ്പോൾ. ഏകപക്ഷീയമായി പെരുമാറുന്നുവെന്ന് ആരോപിച്ച് സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകാൻ കോൺഗ്രസ് ഒപ്പു ശേഖരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, രാഹുൽ ഗാന്ധി പറയുന്നു തനിക്ക് സംസാരിക്കാൻ അവസരം നൽകാമെന്ന് ഉറപ്പ് നൽകിയതാണ് സ്പീക്കർ പേഴ്സണലി, പക്ഷെ അത് സമ്മതിച്ചില്ല. അതിന് എതിരെയാണ് പ്രതിഷേധം. ഒപ്പം ഇപ്പോൾ മന്ത്രി കിരൺ റിജിജു പറയുന്നു അതങ്ങനെയല്ല, ചില ചട്ടക്കൂടുകളുണ്ട് പാർലമെന്റിൽ, ആ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിൽക്കാത്തതുകൊണ്ടാണ് ഇതിന് അനുവദിക്കാത്തതെന്ന് പറയുന്നു. പക്ഷെ അത് വലിയൊരു വിമർശനമായി മാറുകയാണ്. ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു സ്തംഭനം സമവായത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. രാഹുൽ ഗാന്ധി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ ഈ വിഷയത്തിൽ താൻ നാളെ സഭയിൽ സംസാരിക്കും, തനിക്ക് സംസാരിക്കാൻ അവസരം നൽകുമെന്ന് ഉറപ്പ് ലഭിച്ചിരിക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ സ്തംഭനത്തെ തുടർന്ന് പ്രതിപക്ഷ നേതാക്കൾ സ്പീക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ ഒരു കൂടിക്കാഴ്ചയിലാണ് സമവായത്തിനുള്ള സാധ്യതകൾ തെളിഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം നൽകാം എന്ന് സംബന്ധിച്ചതോടെ സഭാ സ്തംഭനം ഒഴിവാക്കാൻ തങ്ങളും സഹകരിക്കാം എന്ന ഉറപ്പ് പ്രതിപക്ഷവും നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കടുത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിനാണ് ഇന്നും സഭ തുടർച്ചയായി 6ാം ദിവസവും സാക്ഷ്യം വഹിച്ചത്. ഇന്ന് രാവിലെ സഭ സമ്മേളിച്ച ഘട്ടത്തിൽ ഈ US-ഉമായുള്ള വ്യാപാര കരാർ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാനുണ്ടെന്ന് KC വേണുഗോപാൽ MP അറിയിച്ചെങ്കിലും അതിന് സ്പീക്കർ വഴങ്ങിയില്ല. തുടർന്നാണ് പ്രതിപക്ഷം ബഹളം ഉയർത്തുകയും സഭ പിരിയുകയും ചെയ്തത്. 12 മണിക്ക് സമ്മേളിച്ചപ്പോഴും സഭ നേരിട്ട് ചർച്ചകളിലേക്ക്, ബജറ്റ് സംബന്ധിച്ചുള്ള പൊതുചർച്ചയിലേക്ക് കിടക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലും ശശി തരൂരിന്റെ പേര് വിളിച്ച ഘട്ടത്തിൽ KC വേണുഗോപാൽ MP ഇടപെട്ട് പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാനുണ്ട് എന്ന് അറിയിച്ചെങ്കിലും അതിന് ചെയർ വഴങ്ങിയില്ല. തുടർന്ന് സഭ 2 മണിവരെ പിരിഞ്ഞു. 2 മണിക്കും ഇത് ആവർത്തിക്കുകയാണ് ഉണ്ടായത്. ആ ഘട്ടത്തിൽ ശശി തരൂർ MP തന്നെയാണ് പ്രതിപക്ഷ നേതാവിന് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം നൽകണമെന്നും അത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് എപ്പോഴും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് അവസരം നൽകുന്നതാണ് സഭയുടെ കീഴ്വഴക്കം എന്നും അറിയിച്ചത്. എങ്കിലും ചെയർ വഴങ്ങാൻ തയ്യാറായിരുന്നില്ല. തുടർന്നാണ് രാഹുൽ ഗാന്ധി തനിക്ക് 1 മണിക്കൂർ മുമ്പ് സ്പീക്കർ നൽകിയ ഉറപ്പാണ് ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അറിയിച്ചത്. തുടർന്ന് അത്തരത്തിൽ നോട്ടീസുകളൊന്നും ലഭിച്ചിട്ടില്ല തനിക്ക് എന്നായിരുന്നു ചെയറിന്റെ മറുപടി. എന്നാൽ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എഴുന്നേൽക്കുകയും രാഹുലും ഗാന്ധിയും KC വേണുഗോപാലും സ്പീക്കറെ കാണുമ്പോൾ താനും അവിടെ എത്തിയിരുന്നു എന്നും ഇത്തരത്തിലൊരു ഉറപ്പല്ല, എല്ലാവരുടെയും സമ്മതത്തോടെ രാഹുലിന് സംസാരിക്കാൻ അവസരം എന്നുള്ളതാണ് സ്പീക്കർ നൽകിയ ഉറപ്പ്, മറിച്ച് രാഹുൽ അവകാശപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് ഏകപക്ഷീയമായി സംസാരിക്കാനുള്ള അവസരം നൽകാമെന്നല്ല എന്നറിയിക്കുകയായിരുന്നു. തുടർന്ന് പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ പിരിയുകയാണ് ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.